വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കാർത്തികയുടെ അച്ഛനും അമ്മയും എന്നിങ്ങനെ ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ അവളെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അറിയാം. ആദ്യം അവൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഞാനുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറഞ്ഞു തുടങ്ങിയാണ്. അന്നേരം രാജേന്ദ്രനും ശൈലജയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അന്നേരം ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾക്കും ഒന്നും മനസ്സിലായില്ല, അനാഥയാണ്, ഏതോ ആശ്രമത്തിലാണ് വളർന്നത്, അച്ഛനും അമ്മയും ഇല്ല എന്നൊക്കെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് കയറി കൂടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇവർ ശൈലജയും രാജേന്ദ്രനും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, ഞാൻ ശാലിനി ജില്ലാ കളക്ടറാണ് എന്നിങ്ങനെ പറയുമ്പോൾ രാജേന്ദ്രൻ ഇങ്ങനെ തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് അവർ അകത്തേക്ക് ശാലിനി അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. പിന്നീട് അവിടെ ഇരുന്നാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആ അവസരം മുതലെടുത്താണ് അവളിവിടെ കയറി കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു കൂട്ടിക്കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം പപ്പിമോളാണ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത്, മാഡത്തിൻ്റെ നമ്പർ തന്നതും പപ്പിമോളാണ് എന്ന് പറഞ്ഞിട്ട് ആ വോയിസ്, ഫോണിലെ വോയിസ് അങ്ങനെ ശാലിനിക്ക് പ്ലേ ചെയ്ത് കൊടുക്കുകയാണ്. അന്നേരം ശാലിനി എന്ന് കേൾക്കുമ്പോൾ ശാലിനിക്ക് വല്ലാത്ത സങ്കടമൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. അന്നേരം അനുപല്ലവിയോട് പറയുന്നുണ്ട്, പിന്നെ പപ്പിമോൾ നമുക്ക് മുമ്പേ ഒരു പടി മുമ്പേ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അനുപല്ലവിയും പറയുകയാണ്, മാഡത്തിന് എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാർത്തിക. പിന്നെ ഈ സത്യാമ്മയ്ക്കാണെങ്കിൽ മാഡത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ആ ഒരു അവസരം മുതലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മാഡത്തിൻ്റെ ഹസ്ബൻഡുമായിട്ട് കല്യാണം നടത്താൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഈ രാജേന്ദ്രനും ശൈലജയൊക്കെ അന്തം വീഴുന്നുണ്ട്. അന്നേരം ഞങ്ങൾ എന്താണ് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണം, വന്നിട്ട് അവിടെ സത്യാമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കണം, നിങ്ങൾ അച്ഛനും അമ്മയുമാണ്, അവൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്ന് പറയണമെന്ന് പറയുന്നുണ്ട്. അന്നേരം അത് ചെയ്യാം, ഞങ്ങൾ ഒരുപാട് ലാളിച്ചാണ് അവളെ വളർത്തിയത്, ഒരുപാട് സ്നേഹം അവൾക്ക് കൊടുത്തു, പക്ഷേ അവൾ അങ്ങനെയൊന്നും കണ്ടില്ല. ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഇരിക്കാൻ വേണ്ട വെച്ച മകൾക്ക് വല്ലവരുടെയും കുടുംബത്തിൽ കയറി കളിക്കാനാണോ പ്രയാസം, അവൾക്ക് അവളുടെ നിലനിൽപ്പാണ് പ്രധാനം, അവൾ ആഗ്രഹിച്ച കാര്യത്തിന് വേണ്ടി ഈ തെറ്റം വരെയും പോവും, കുഞ്ഞിലെ വാശിക്കാരിയാണ് എന്നൊക്കെ രാജേന്ദ്രനും ശൈലജയും പറയുന്നുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു മംഗളകർമ്മം നടക്കുന്നിടത്തുനിന്ന് ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവൾ അങ്ങോട്ട് പോകുമോ, ഞങ്ങൾ മുഴുവൻ സ്നേഹവും അവൾക്ക് കൊടുത്തു, പക്ഷേ അവൾ സ്നേഹം കൊടുത്തത് മറ്റാർക്കുമാണ്, അവനെ തേടിയാണ് അവൾ വിവാഹ പന്തലിൽ നിന്നും പോയത് എന്നൊക്കെ രാജേന്ദ്രനും ശൈലജയും കൂടി സങ്കടത്തോടെ പറയുകയാണ്. തുടർന്ന് ശൈലജയോട് പറയുന്നുണ്ട്, നമുക്ക് ഇവരോടൊപ്പം പോവാം, നമ്മൾ കാരണം വേറൊരാളും ബുദ്ധിമുട്ടണം, നമ്മളെ മോള് കാരണം വേറൊരാളും ബുദ്ധിമുട്ടണ്ട, നമ്മൾ മാത്രം ബുദ്ധിമുട്ടിയാൽ മതി, അവളെ പിടിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം, അവിടെ വന്ന സത്യങ്ങളെല്ലാം തുറന്നു പറയാം, മാഡത്തിൻ്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ വളരെ സങ്കടത്തോടെയാണ് പറയുന്നത്. അന്നേരവും ശാലിനി പറയുന്നുണ്ട്, താമസിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്, ഒരു കല്യാണം നടത്താനുള്ള പ്രാളത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് അവർ രാജേന്ദ്രനും ശൈലജയും കൂടി ശാലിനിയോടൊപ്പം വരാമെന്നവിടെ സമ്മതിക്കുകയാണ്. ഇതേസമയം പപ്പിമോള പൂജാമുറിയിൽ നിന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും കണ്ണൻ എന്താ കേൾക്കാത്തത്, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് കൊണ്ടാണോ, അമ്മയോടൊപ്പം ഒരുപാട് തവണ ഞാൻ ക്ഷേത്രത്തിൽ വന്നിട്ടില്ലേ, പിന്നെ എൻ്റെ വിഷ്ണുവച്ചൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി തരണം, ആ കാർത്തികാൻ്റെ എനിക്ക് ഇഷ്ടമല്ല, ഒരുപാട് കല്യാണം നടത്തുകയും മുടക്കുകയും ഒക്കെ ചെയ്യുന്ന ആളല്ലേ കണ്ണൻ, ഇഷ്ടമുള്ളവർ തമ്മിലല്ലേ കല്യാണം കഴിക്കേണ്ടത്, വിഷ്ണുവച്ചന് ചേച്ചി അമ്മയാണ് ഇഷ്ടം, കാർത്തികാൻ്റെ ഇഷ്ടമല്ലേ, കാർത്തികാൻ്റെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം കണ്ണ, ഞാൻ പറയുന്നത് കൊച്ചുങ്ങളുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കുമെന്ന് ല്ലേ, ഇതെന്താ കേൾക്കാത്തതെന്നും പറഞ്ഞ് പരാതിയും പരിഭവമൊക്കെ ആയിട്ട് അവിടെ നിന്നങ്ങ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ടും പറയുന്നുണ്ട്, എൻ്റെ വിഷ്ണുവച്ചനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് രക്ഷിക്കണം, ഞാനാണെങ്കിൽ ഇനി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേൾക്കാത്തത് എന്താണ്, എൻ്റെ ആഗ്രഹം എന്താ നടത്തി തരാത്തത്, എനിക്കറിയാം സത്യാമ്മയും കാർത്തികാൻ്റിയും ഒക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, അതുകൊണ്ടല്ലേ, പിന്നെ ഞാനൊരു രഹസ്യം പറയാം കേട്ടോ, കാർത്തികാൻ്റി ആണെങ്കിൽ ബാഡ് ഗേളാണ്, എന്നെ ഒരുപാട് തവണ ഉപദ്രവിക്കുകയും വഴക്ക് ചീത്ത പറയുകയും ഒക്കെ ചെയ്യും, അതുകൊണ്ടാണ് വേണ്ടാത്തത്, ഇപ്പോൾ എനിക്കൊരു വാക്ക് തരണം കണ്ണൻ, എനിക്കൊരു വാക്ക് തരണം, കാർത്തികാൻ്റി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കും, വിഷ്ണുവച്ചൻ്റെ വിവാഹം എങ്ങനെയും മുടക്കുമെന്ന് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കൊച്ചുകുട്ടി അങ്ങനെ കൊഞ്ചിയെ കഴിഞ്ഞ് പരാതിയും പരിഭവവും ഒക്കെ ആയിട്ട് അങ്ങനെ ചോദിക്കുകയാണ്. അന്നേരവും പറയുന്നുണ്ട്, പറ്റില്ലല്ലേ കണ്ണന്, ഞാൻ പറയുന്നൊന്നും കേൾക്കില്ലല്ലേ, അതുകൊണ്ടല്ലേ എന്നോട് മറുപടി ഒന്നും പറയാത്തത്, ഞാൻ അങ്ങോട്ട് പിണങ്ങി പോവുകയാണ്, ഇനി ഞാനിവിടെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒന്നും ചെയ്യില്ല, പപ്പിമോൾ വിഷമത്തോടു കൂടിയാണ് പോകുന്നതെന്നും പറഞ്ഞ് കുട്ടിക്കങ്ങ് സങ്കടമൊക്കെ വരുന്നുണ്ട്. അന്നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന ആ പൂമാലയുടെ സൈഡിൽ നിന്ന് ഒരു പൂ വന്ന് താഴേക്ക് അങ്ങ് വിളക്കിൻ്റെ ആ സൈഡിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അന്നേരം കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഓ അപ്പോൾ സമ്മതമാണല്ലേ, എന്നെ ഇഷ്ടമുണ്ടല്ലേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുമല്ലേ, അപ്പോൾ ഈ പൂ എനിക്ക് തന്ന സമ്മാനമാണല്ലേ, പപ്പിമോൾക്ക് സന്തോഷമായി കേട്ടോ, പിന്നെ ഞാൻ നേരത്തെ പ്രാർത്ഥിക്കില്ല പൂജിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ് കേട്ടോ, ഞാൻ എന്നും വന്ന് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ എന്നും പറഞ്ഞ് ഈ കല്യാണം ഭഗവാൻ മുടക്കി തരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി പപ്പി അങ്ങ് സന്തോഷത്തോടെ നിൽക്കുകയാണ്.
ഇതേസമയം ഹാളിൽ രാഘവൻ നായരങ്ങ് വിഷ്ണുവിനോട് ചോദിക്കുകയാണ്, ഈ തീരുമാനം എടുക്കേണ്ടത് നീയാണ്, നിന്റെ തീരുമാനം പോലിരിക്കും, നിന്റെ ജീവിതമാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇപ്പോൾ അമ്മയെ അനുസരിക്കേണ്ട എന്നല്ല, തുറന്നു പറയേണ്ട സമയത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞേ മതിയാവും. ഞാനായാലും നിന്റെ അമ്മയായാലും തെറ്റാണെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുക തന്നെ വേണം, നീ തീരുമാനം എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശ്യാമയും പിള്ളയും രോഹിതും ഒക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണ്. തുടർന്ന് ശ്യാമ, പക്ഷേ വിഷ്ണു ഇങ്ങനെ രാഘവൻ നായർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടൊന്നും അങ്ങോട്ട് പറയുന്നില്ല. തുടർന്ന് ശ്യാമ പറയുകയാണ്, വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞേച്ചിയാണെന്നറിയാം, കുഞ്ഞേച്ചി ഇല്ലാതെ വിഷ്ണുവേട്ടൻ്റെ ജീവിതം പൂർത്തിയാകില്ലെന്നും അറിയാം. പക്ഷേ ഈ വിവാഹം മുടക്കാനായിട്ട് വിഷ്ണുവേട്ടൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്നിങ്ങനെ ശ്യാമ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പപ്പിമോളാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഭസ്മമായിട്ട് വരുന്നുണ്ട്. അവിടെ കൃഷ്ണൻ്റെ പൂജാമുറിയിൽ നിന്ന് ഭസ്മമായിട്ട് വന്നിട്ട് ഓടി വന്ന് വിഷ്ണുവിൻ്റെ നെറ്റിയിലേക്ക് ഇങ്ങനെ കുറേ തൊട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷ്ണുവച്ചൻ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ, ഈ വിവാഹം ഒന്നും നടക്കാനേ പോകുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നല്ലതേ നടക്കൂ, നല്ല കാര്യങ്ങളെ നടക്കൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് സന്തോഷമാകുന്നുണ്ട്. രോഹിത്തും ശ്യാമയും ഒക്കെ രാഘവൻ നായരൊക്കെ കുഞ്ഞിനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്, കുഞ്ഞിൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ പപ്പിമോളെ ചേർത്ത് പിടിച്ചൊരു മുത്തം കൊടുക്കുന്നുണ്ട്, തിരിച്ച് പപ്പിമോളും കൊടുക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, കണ്ടോടാ, ഈ കൊച്ചു കുഞ്ഞിന് വരെ ഈ വിവാഹം നടത്തരുത്, മുടങ്ങണം എന്നാണ് ആഗ്രഹമെന്ന്. അന്നേരം ഈ പപ്പിമോള് പറയുന്നുണ്ട്, കൃഷ്ണ ഭഗവാൻ എനിക്ക് വാക്ക് തന്നിരിക്കുകയാണ്, ഈ വിവാഹം നടക്കില്ല എന്ന്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അപ്പോൾ പപ്പിമോള് പറഞ്ഞാൽ പിന്നെ കൃഷ്ണ ഭഗവാന് കേൾക്കാതിരിക്കാനായിട്ട് ഒക്കുമോ? കേട്ടോടാ, കൃഷ്ണ ഭഗവാൻ ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയാണോ കേൾക്കുന്നത്, അതോ നിൻ്റെ അമ്മയുടെ വാശിയാണോ കേൾക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സത്യഭാമയാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് ഫോൺ ചെയ്തുകൊണ്ട് വരികയാണ്. പാചകക്കാരെയോ കല്യാണ ഡെക്കറേഷനുകാരെയോ ഒക്കെ വിളിച്ചുകൊണ്ടാണ് അവരോടൊക്കെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുമ്പോൾ വിഷ്ണു അങ്ങോട്ട് എണീച്ച് പോകാൻ തുടങ്ങുകയാണ്. എന്നിട്ട് വിഷ്ണു നിൽക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് അവരോടൊക്കെ ഇങ്ങനെ പന്തലിൻ്റെ കാര്യവും ഒക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇഷ്ടമല്ലാതെ ഭാമയെ തന്നെ നോക്കുകയാണ്. അതേസമയം കാർത്തികയും വന്നിട്ട് സത്യഭാമയുടെ പുറകിലായിട്ട് നിൽക്കുന്നുണ്ട്. ഫോൺ വെച്ച ശേഷം രോഹിത്തെ എന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത് ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. അന്നേരം ഹാരം, ബൊക്ക, മാല ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നിന്നോടാണ് പറഞ്ഞിരിക്കുന്നത്, സമയത്തെല്ലാം ചെയ്തുകൊള്ളണം, ഓടി നടന്ന് ചെയ്യാനായിട്ട് എനിക്ക് വയ്യ, എന്താ കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. രോഹിത് ഇങ്ങനെ മൈൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ അന്നേരം ഞാൻ ചെയ്തോളാം സത്യാമ്മ എന്നിങ്ങനെ ഒഴുക്കം മട്ടിൽ രോഹിത് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു വീണ്ടും അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നീ എവിടെയൊക്കെയാണ് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ, അല്ല കല്യാണ ഡ്രസ്സിൻ്റെ കാര്യം നീ ഒന്നും പറഞ്ഞില്ല, ഇന്നെടുക്കാൻ പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കിയിട്ട് പപ്പിയെ നോക്കുന്നുണ്ട്. അന്നേരം പപ്പി ഇങ്ങനെ നടക്കില്ല എന്നിങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ്. തുടർന്ന് ഒറ്റയ്ക്ക് പോകാമെന്നാണെങ്കിൽ വേണ്ട, നിൻ്റെ കൂടെ ഞാനും വരുന്നുണ്ട്, കാർത്തികയും വരുന്നുണ്ട്, എന്നിട്ട് കാർത്തിക എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാനിവിടെ ഉണ്ട് സത്യാമ്മ എന്ന് പുറകെ നിൽക്കുന്ന കാർത്തിക പറയുമ്പോൾ മോൾ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ കാർത്തികയെ പിടിച്ചങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നിർത്തുകയാണ്. അന്നേരം വേറെ ആർക്കും അതങ്ങോട്ട് ഒട്ടും ഇഷ്ടമാകുന്നില്ല. തുടർന്ന് പറയുന്നുണ്ട്, മോള് റെഡി ആയിക്കോ, നമുക്ക് ആവശ്യമുള്ള രണ്ടുപേർക്കും ആവശ്യമുള്ള ഡ്രസ്സൊക്കെ പോയി എടുക്കാം, പിന്നെ ജ്വല്ലറിയിലും ഒന്ന് കയറണം, ഡിസൈനൊക്കെ ചെക്ക് ചെയ്യണം എന്നിങ്ങനെ ഭാമ സന്തോഷത്തോട് പറയുകയാണ്. വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ അങ്ങോട്ട് നിൽക്കുകയാണ്. ശ്യാമയും രോഹിത്തും രാഘവൻ നായരും ഒക്കെ അതേ അവസ്ഥയിൽ നിൽക്കുകയാണ്. തുടർന്ന് കാർത്തിക മനസ്സിൽ കരുതുകയാണ്, അങ്ങനെ കാർത്തിക കതിർ മണ്ഡപം വരെ എത്തി, ഇനി കാലെടുത്ത് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ, എന്നെ പുറത്താക്കിയിട്ട് ശാലിനിയെ കുടിയിരുത്താമെന്ന് ഉദ്ദേശിച്ച് എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇവിടെ അകത്തേക്ക് ഇവിടുത്തെ മരുമകളായിട്ട് കയറുക തന്നെ ചെയ്യും, ഇനി എന്നെ തരണം, പുറത്താക്കാനായിട്ട് ആരും വരില്ല, അഥവാ ഇനി അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ സത്യാമ്മയെ മുൻനിർത്തി ഞാനത് തരണം ചെയ്തോളാം, കള്ളങ്ങളുടെ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ഇരിപ്പിടമാണ് കാർത്തികയുടെ ഇവിടത്തേത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കെട്ടുകയാണ്. അതേസമയം പപ്പിയും മനസ്സിൽ കരുതുകയാണ്, എൻ്റെ കൂടെയുള്ളത് കൃഷ്ണ ഭഗവാനാണ്, കൃഷ്ണ ഭഗവാൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ചീത്ത കാര്യങ്ങളും നടക്കില്ല, നല്ല കാര്യങ്ങളേ നടക്കുകയുള്ളൂ എന്നിങ്ങനെ പപ്പിയും മനസ്സിലിങ്ങനെ കരുതുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ശാലിനി അവിടെ വണ്ടിയിലെത്തുന്നുണ്ട്. അന്നേരം കൂടെ രാജേന്ദ്രനും ശൈലജയും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവർ മൂന്നുപേരും കൂടി ഉമ്മറത്തേക്ക് കയറുമ്പോൾ വണ്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് പപ്പി ഇങ്ങനെ ഉമ്മറത്തേക്ക് നോക്കുമ്പോൾ ശാലിനി വന്നിരിക്കുന്നത് കാണുകയാണ്. അന്നേരം ചേച്ചിയമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ശാലിനി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം ശാലിനി പപ്പിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതേസമയം അകത്ത് നിന്നും ഭാമ മാത്രമാണ് ആദ്യം വെളിയിലേക്ക് വരുന്നത്. അന്നേരം ഭാമയ്ക്ക് ആ കാഴ്ച അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. വളരെ സ്നേഹത്തോടു കൂടി പപ്പിയാണെങ്കിൽ ഇങ്ങനെ ശാലിനിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അന്നേരം എന്താ ശാലിനി, എന്തോ പുതിയ കഥയുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്, എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അവളെ വിളിക്കുക, ആ കാർത്തികയെ വിളിക്കുക, ഞാൻ പറയുന്നതിൻ്റെ ബാക്കി കഥ അവളാണ് പറയേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പപ്പി അകത്തേക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സത്യാമ്മയെ ചേച്ചിയമ്മ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പപ്പി അങ്ങ് ശാലിനി വട്ടം ചുറ്റി പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം ശ്യാമേ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശ്യാമ അകത്ത് നിന്ന് വരികയാണ്. എന്നിട്ട് ഇവിടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറയുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്, ശാലിനിയെ ശ്രദ്ധിക്കുകയാണ്. അവരിങ്ങനെ നോക്കുന്നുണ്ട്. തുടർന്ന് വാ മോളെ എന്ന് പറഞ്ഞിട്ട് പപ്പിയെ വിളിക്കുകയാണ്. എന്നിട്ട് ബലമായിട്ട് തന്നെ കുട്ടിയെ പിടിച്ചങ്ങ് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്.
തുടർന്ന് ഇതൊക്കെ കാണാൻ അവളും കൂടി വേണം, വിളിക്കവളെ എന്നിങ്ങനെ വീണ്ടും ശാലിനി പറയുമ്പോൾ കാർത്തികെ എന്നിങ്ങനെ ഭാമ വിളിക്കുകയാണ്. അന്നേരം കാർത്തിക ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്. ആ ഹാളിൽ പുറകിൽ എല്ലാവരും നിൽപ്പുണ്ട്. വിഷ്ണുവും പിന്നെ രാഘവൻ നായരും രോഹിത്തും എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ് ഈ സീനെല്ലാം കണ്ടുകൊണ്ട്. തുടർന്ന് കാർത്തിക ഇങ്ങോട്ടത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ശൈലജയും പിന്നെ രാജേന്ദ്രനെയും കാണുമ്പോൾ കാർത്തിക ആകെ അങ്ങ് അന്തം വിടുകയാണ്. ഈശ്വര, ഇവരോ ഇനിയിപ്പോൾ എന്തെങ്കിലും കൃഷ്ണ പരീക്ഷിക്കുകയാണോ, എന്തെങ്കിലും കള്ളം പറയാനായിട്ട് എനിക്ക് തോന്നണേ. ഇപ്പം അറിയില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവരെന്നെല്ലാം പറയിപ്പിക്കും, ഇനി അറിയാമെന്ന് പറഞ്ഞാൽ ആരാണ് എന്താണ് ഞാൻ പറഞ്ഞ കള്ളങ്ങളൊക്കെ പൊളിയുമെന്നും പറഞ്ഞ് കാർത്തിക ആകെ ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വാ കാർത്തികയെ, ചോദിക്കട്ടെ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. ആദ്യമൊന്നും കാർത്തിക വരുന്നില്ല, പിന്നീടും ശാലിനി ഒന്നുകൂടി ബലപ്പിച്ച് വിളിക്കുകയാണ്, വാ കാർത്തികയെ ചോദിക്കട്ടെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ കാർത്തിക മുന്നോട്ട് വരുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് നിനക്കിവരെ അറിയുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം കാർത്തിക ഒന്നും മിണ്ടില്ല. നിനക്കിവരെ അറിയുമോ ഇല്ലയോ ഒന്നുകൂടി എടുത്ത് ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ, ഓ എന്താ ശാലിനി, നിനക്കിപ്പോൾ പോലീസിൻ്റെ പണിയൊക്കെ ഉണ്ടോ? ഓ ജില്ലാ കളക്ടർക്ക് എന്തോ ഒക്കെ ആവാമല്ലോ. നിൻ്റെ ചോദ്യം കേട്ടാൽ ഒരു പോലീസിനെ കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി മിണ്ടുന്നില്ല. അന്നേരം വീണ്ടും ശാലിനി കാർത്തികയോട് ചോദിക്കുമ്പോൾ, ഇത് നിൻ്റെ പിന്നെ ജില്ലാ കളക്ടറൊക്കെ അങ്ങ് എവിടെ, ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കില്ല, ഇത് സത്യഭാമയുടെ വീടാണ്, എൻ്റെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണാണ് ഇത് എന്ന് പറയുമ്പോൾ, അത് പിന്നെ ഇവളെന്തായാലും മാനത്തുനിന്ന് പൊട്ടി വീണതൊന്നും അല്ലല്ലോ. ഇവൾക്കൊരു അച്ഛനും അമ്മയും, ജനിപ്പിച്ച അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ആരാണ് എന്താണ് എന്നൊക്കെ അറിയണ്ടേ. വിഷ്ണുവേട്ടൻ കണ്ടെത്തുന്നതിന് മുമ്പ് ഉള്ള കഥയാണ് ഞാൻ പറയുന്നത്, അതിനുശേഷമുള്ള കഥയല്ലേ സത്യഭാമയ്ക്ക് അറിയാവുള്ളൂ. അപ്പോൾ ഇവള് തന്നെ പറയണം എന്ന് പറയുകയാണ്. അന്നേരം കാർത്തിക ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇവളിവിടെ വരുന്നതിന് മുമ്പുള്ള കഥയൊക്കെ ഇവള് തന്നെ പറയട്ടെ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് പറയ് കാർത്തികേ, നിൻ്റെ അച്ഛനും അമ്മയും എവിടെ, നിനക്കിവരെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഭാമ അവരെയും ശ്രദ്ധിക്കുന്നുണ്ട്, കാർത്തികയും ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ നല്ല ഗൗരവത്തിൽ തന്നെ നിൽക്കുകയാണ്. വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട് കാർത്തികയുടെ അച്ഛനും അമ്മയും ആണ് എന്നുള്ളതൊക്കെ. രോഹിത്തും രാഘവൻ നായരും ഒക്കെ ഇത് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം കാർത്തിക ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ, ആദ്യം പറയ് കാർത്തിക എന്നൊക്കെ സൗമ്യഭാവത്തിൽ പറയുന്നുണ്ടെങ്കിലും കാർത്തിക ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ പറയടി എന്നിങ്ങനെ ശാലിനി അങ്ങോട്ട് അലറുകയാണ്. അന്നേരം കാർത്തിക ഒന്ന് ഞെട്ടുന്നുണ്ട്, അങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ശാലിനി ആകെ ദേഷ്യത്തിലും നിൽക്കുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ കാർത്തിക പറയുമായിരിക്കും തൻ്റെ അച്ഛനും അമ്മയുമാണ് എന്നുള്ളത്. പക്ഷേ റീമേക്കിലാണെങ്കിൽ ആദ്യം കാർത്തിക ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ, പക്ഷേ അതിന് മുന്നേ ആണെങ്കിൽ കാർത്തിക ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ മോളെന്നും പറഞ്ഞ് ശൈലജ അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം രാജേന്ദ്രൻ നിൽക്കുമെന്നും പറഞ്ഞ് ശൈലജയെ ബലമായിട്ട് പിടിച്ച് നിർത്തുകയാണ്. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ റീമേക്കിലാണെങ്കിൽ കാർത്തിക ഒന്ന് മിണ്ടാൻ നിൽക്കുമ്പോൾ ആ ദേഷ്യത്തിൽ അമ്മ ചെന്ന് കാർത്തികയുടെ കരണം നോക്കി പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മതി അമ്മേ എന്നിങ്ങനെ, തല്ലല്ലേ അമ്മ എന്നിങ്ങനെ പറയുമ്പോഴാണ് അമ്മയാണ് എന്നുള്ളതോടെ മനസ്സിലാകുന്നത്. പക്ഷേ പിന്നീട് അവിടെ സംഭവിക്കുന്നതൊക്കെ വീണ്ടും തകിടം മറിയുക തന്നെയാണ് ചെയ്യുന്നത്. വീണ്ടും ഒരു കള്ളങ്ങളുടെ കൊട്ടാരം തന്നെ അവിടെ കാർത്തിക കെട്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്